ക്ഷേമ പെൻഷൻ തട്ടിപ്പ് 1458 സർക്കാർ ജീവനക്കാർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആരോഗ്യവകുപ്പിൽ മാത്രം 370 പേരാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കർശന നടപടിക്ക് ഒരുങ്ങുകയാണ് ധനവകുപ്പ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ വൻ തട്ടിപ്പ്. 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തട്ടിച്ചതായി കണ്ടെത്തി. ആരോഗ്യവകുപ്പിൽ മാത്രം 370 പേർ പണം തട്ടിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗസറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ തട്ടിയവരുടെ പട്ടികയിലുണ്ട്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് ദൃശ്യമായത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പ് തീരുമാനം. അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജുകളിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരാണ് പെൻഷൻ വാങ്ങുന്നത്. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, 373 പേർ. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 2ാം സ്ഥാനത്ത്, 224 പേർ. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 14 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരായുണ്ട്.